നമ്മൾ മലേഷ്യയിലുണ്ടായിരുന്നില്ല അവസാനത്തെ വ്ളോഗാണിത്. ലാസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ 4 ദിവസം നമ്മൾ അടിപൊളിയായിട്ട് കുറേ പ്ലേസിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നില്ല 2 പ്ലേസാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന അടുത്തുനിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ഒരു പ്ലേസ്. അങ്ങനെ നമ്മൾ അപ്പോൾ അവിടത്തേക്ക് പോവാണ്. ഇത് KL ടവറാണ്. ഈ ഒരു ടവറിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അതിന് ടിക്കറ്റ് വേണം. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വലിയൊരു ഓപ്പൺ സ്പേസ് ആണ്. ഒരു ടവറിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോലാലംപൂർ പ്ലേസ് മുഴുവനായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ആ ഒരു ഫ്ലോറ് ചുറ്റി കറങ്ങി വരെയാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അക്വേറിയം കാണാനാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിലും ടിക്കറ്റ് വേണമായിരുന്നു. ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കേട്ടോ. ഈ ഒരു സ്റ്റാർ ഫിഷിനെ നമുക്ക് ടച്ച് ചെയ്യായിരുന്നു. അതായത് നമ്മൾ കൈ കൊണ്ട് എടുക്കായിരുന്നു. നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫിഷ്. ഇവിടുത്തെ ഒരു കോൺവൊക്കേഷണൽ സെൻറ്ററിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു ഈ ഒരു അക്വേറിയം വരുന്നുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് ഇത് 2 ലെവലായിട്ടാണ് ഈ അക്വേറിയം ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ലെവലിൽ ഇങ്ങനെ നടന്ന് കണ്ട് നമുക്ക് കാണാമായിരുന്നു. സെക്കൻഡ് ലെവലിൽ ഇതുപോലെ ഒരു അണ്ടർ വാട്ടർ ടണലായിരുന്നു. 19 മീറ്റേഴ്സ് ലോങ് ആയിട്ടാണ് ഈ ഒരു ടണലുള്ളത്. ഇത് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കേട്ടോ. അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരുപാട് ഷാർക്കുകൾ നമ്മളെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ സ്കൂബ ഡൈവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു അത് ഇങ്ങനെ വെറുതെ കാണാൻ വേണ്ടി വെച്ചെന്തോ സ്റ്റാച്ചു പോലെയാണ് തോന്നിയത്. പക്ഷേ അത് ശരിക്കും ഒറിജിനൽ ആളുകൾ തന്നെയാണ്. അവർ ഫിഷിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈപ്പ് ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ ആമയും ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ആമയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അക്വേറിയമൊക്കെ കണ്ടു കേട്ടോ. കുറേ കാണാനുണ്ട് അതിൻ്റെ അകത്ത്. എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ട്വിൻ ടവറിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. ഈ അക്വേറിയം ട്വിൻ ടവറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായ ഒരു കോൺവൊക്കേഷണൽ സെൻറ്ററിലായിരുന്നു. അങ്ങനെ നമ്മുടെ ടാക്സി വന്നു. നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനാണ് നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഈവനിങ് നമ്മൾ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും വേഗം തന്നെ റൂമിലേക്ക് വന്നു കേട്ടോ. നമുക്ക് കുറേ പാക്കിങ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പാക്കിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ആപ്പിയാണ് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരെ എടുക്കും. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് നമ്മുടെ മലേഷ്യ ട്രിപ്പ് ഇവിടെ കഴിയാണ്. ഇനിയും കുറച്ച് ദിവസം വേണമെന്നുണ്ടായിരുന്നു. ഇനിയും ഇവിടെ തന്നെ കുറച്ച് ദിവസം നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റിട്ടേൺ ടിക്കറ്റൊക്കെ തന്നെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ 5 ദിവസത്തെ നമ്മുടെ ട്രിപ്പ് ജേണി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരികയാണ്. എയർപോർട്ടിലേക്ക് പോകാൻ റെഡിയായി. നമ്മളെല്ലാവരും ദീപോട്ടിനോടും ബായ് പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. ദീപോട്ടിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ എയർപോർട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റ് ഒരു 11 മണിക്ക് ആണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നതും. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി പിന്നെ പോയത് ഡ്യൂട്ടി ഫ്രീയിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ടോയ്സൊക്കെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രം കുറച്ച് കുറെ ഇതിൻ്റെ ഉള്ളിൽ നല്ല യൂണിക്കോൺ ഷേപ്പ് ഉണ്ട്. മാത്രമല്ല ബേർഡ് എന്തുണ്ട്. നമുക്ക് അങ്ങാളെ പോവാം. ഏത് നമുക്ക് അറിയുന്ന പറയാം. ഇതൊക്കെ അറിയില്ല. ഇത് കുത്തി ഇതറിയോ? ഇതാ അറിയില്ല. മാത്രം ഇതറിയും. അതെനിക്കിഷ്ടാ. ഇതറിയും. ഇതോ തന്നെ ഒരു ഓറഞ്ച് കളറാണ്. ഒരു ഫ്രണ്ടാണ് ഒരു ബോയ്. ഒപ്പം ഗീൻ്റെ നമ്മൾ നേരത്തെ പഞ്ഞങ്ങാറിന് അതൊന്നില്ല ആ ബോയിലെ അത് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ അപ്പേര് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഓറഞ്ച് തന്നിട്ട് നമ്മൾ തന്നു. അപ്പം എനിക്ക് ഇഷ്ടമായി. കുറേ ഇഷ്ടം. അങ്ങനെ എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് നമുക്ക് അവിടെ 1 അവർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും നമ്മളെ സീറ്റിലിരുന്നു. മലേഷ്യൻ എയർലൈൻസിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വന്നതും. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് അവർ നമ്മൾക്ക് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു സാൾട്ടഡ് ആയിട്ടുള്ള പീനട്ടാണ് തന്നത്. അത് കഴിഞ്ഞിട്ട് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസായിരുന്നു ഉണ്ടായിരുന്നത്. വെജും നോൺ വെജും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസ് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് എടുത്തത്. പിന്നെ ഫുഡിൻ്റെ ഒന്നിച്ച് ഡെസേർട്ടും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. 4 hours ആയിരുന്നു കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ത്യൻ ടൈം ഒരു മണി 1:30 ആവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. ട്രിവാൻഡ്രം എയർപോർട്ടിൽ തന്നെയായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ ടൈം നമ്മൾ എയർപോർട്ടിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ടാക്സി പിടിച്ച് വന്ദേ ഭാരതിലായിരുന്നു പിന്നെ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ മലേഷ്യൻ ട്രിപ്പും മലേഷ്യൻ വ്ളോഗൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് വീഡിയോസും വ്ളോഗും ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബായ്.